ഓക്കെ, 9th CBSE സിക്സ്ത് ചാപ്റ്ററാണ് ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്നത്. സോ ലൈൻസ് ആൻഡ് ആംഗിൾസ് ബേസിക്സ് വളരെയധികം അത്യാവശ്യമാണ് 10th പോർഷൻസിലേക്ക്. സോ അപ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പുറത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ 10th നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ലൈൻസ് ആൻഡ് ആംഗിൾസ് അത് കണക്കുള്ള 9th ടോപ്പിക്സിന്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചില ബോർഡ് ക്വസ്റ്റ്യൻസിന്റെ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബേസിക്സ് എന്താണോ മാത്സിൽ ഉണ്ടായിരിക്കണം. ബോർഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഏത് രീതിയിലാണെങ്കിലും ബാക്കിയെല്ലാം സ്പീഡായിട്ട് പ്രോബ്ലം ചെയ്യാനാണെങ്കിലും എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും നല്ലൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആലോചിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം, ബേസിക്സ് ഉണ്ടാവണം. സോ അതുപോലെ പറയാനുള്ളത് ലൈൻസ് ആൻഡ് ആംഗിൾസിന്റെ ബേസിക്സ് നന്നായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ലൈൻ സെഗ്മെന്റ് ഫസ്റ്റിലേ പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ അതിന്റെ കൂടെ നോട്ട്സ് അങ്ങ് എഴുതി പൊക്കോണം. ലൈനും ലൈൻ സെഗ്മെന്റ്സും. ലൈൻ എന്താണ്? എൻ പോയിന്റ്സ് ഇല്ലാതെ രണ്ട് സൈഡിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒന്നാണ് എന്ത്, ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലൈനിന്റെ ഒരു പോർഷൻ, ഒരു പർട്ടിക്കുലർ പോർഷൻ ആണ് എന്ത്, ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത്. സോ എന്ത്, ലൈൻ സെഗ്മെന്റ്. സോ ലൈൻ സെഗ്മെന്റിനെ പറ്റിയാണ് ആദ്യമേ പറയുന്നത്. എ പാർട്ട് ഓഫ് ലൈൻ. അപ്പോൾ ലൈനിന്റെ ഒരു പാർട്ടാണ് എന്ത്, ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ലൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡ്സിലോട്ട് എന്തോ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുവാണ്, എൻഡ് ചെയ്യുന്നില്ല. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കൊളീനിയർ പോയിന്റ്സ്. കൊളീനിയർ പോയിന്റ്സ്. കൊളീനിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 3 or more points. So if 3 or more points lie on the same line are called collinear points. For example, ഇതിപ്പം ഒരു ലൈനിൽ എ ബി, ഇത് സി ഡി, അപ്പം ഇ. അപ്പം ഇത്രയും പോയിന്റ്സ്, ഈ എ എന്നും ബി എന്നും സി എന്നും ഡി എന്നും ഇ എന്നും പറയുന്ന ഈ പോയിന്റ്സ് എല്ലാം ഈ ഒരു ലൈനിലുള്ളതാണ്. സോ ദീസ് പോയിന്റ്സ് ആർ കാൾഡ് എന്ത്, കൊളീനിയർ പോയിന്റ്സ്. സോ ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള 3 അതിൽ കൂടുതലോ പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയുന്നത്. അത് കണക്ക് തന്നെ അങ്ങനെ കൊളീനിയർ പോയിന്റ്സ് അല്ലാത്ത പോയിന്റ്സ് ആണ് ഫോർ എക്സാമ്പിൾ എ ബി സി ഡി. സോ ഇതെന്തായാലും ഒരു സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റ്സ് ആയിരിക്കില്ല. ബിക്കോസ് എന്ത് ചെയ്യും, ഇങ്ങനെ കിടക്കുവാണ്. ജോയിൻ ചെയ്താൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടത്തില്ല. സോ ദേ ആർ നോട്ട് കൊളീനിയർ. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റേ എന്താണെന്നാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് റേ. റേ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എ പാർട്ട് ഓഫ് ലൈൻ വിത്ത് 1 എൻഡ് പോയിന്റ്. സോ ഈ ലൈനിന്റെ ലൈനിന് ഒരു എൻഡ് പോയിന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, റേ. സോ ഇത് ലൈനിന്റെ പ്രത്യേകത എന്തുവാ, രണ്ട് സൈഡും എൻഡ്ലെസ് ആണ്. സോ ലൈനിൽ തന്നെ ഒരു എൻഡ് പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, റേ എന്ന് വിളിക്കും. സോ അടുത്താണ് വളരെ ഇമ്പോർട്ടന്റ് ആംഗിൾസ് അല്ലെങ്കിൽ ആംഗിൾ. സോ എന്താണ് ആംഗിൾ എന്ന് ചോദിച്ചാൽ, രണ്ട് റേസ്, if 2 rays start from same point then the measurement between the 2 rays is called an angle. സോ ഇതൊന്നും എഴുതി വെക്കണമെന്നില്ല. സോ ആംഗിളിന്റെ പ്രത്യേകത 2 rays, രണ്ട് റേസ് സ്റ്റാർട്ടിങ് ഫ്രം എന്തോ 1 point P. ഈ ഒരു പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും രണ്ട് റേസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ രണ്ട് റേസിനും ബിറ്റ്വീനിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബിറ്റ്വീനിലുള്ള ആ മെഷർമെന്റിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്തെന്ന്, ആംഗിൾ എന്ന് വിളിക്കുന്നത്. സോ ഇനി അടുത്തായിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംഗിൾ. അപ്പൊ അതിനു മുമ്പ് നമ്മളിപ്പോ പറഞ്ഞത് ഇതിന്റെ ഒന്നും ഡെഫിനിഷൻ ഒന്നും ഓർത്ത് വെക്കണമെന്നില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ലൈൻ മീൻസ് എന്താണ്, എൻലെസ് ആയിട്ടുള്ള ഒരു ഇതാണ്, ഫിഗർ ആണ് ലൈൻ എന്ന് പറയുന്നത്. ലൈനിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് എന്താ, ലൈൻ സെഗ്മെന്റ് എന്ന് പറയാം. ലൈൻ സെഗ്മെന്റിന് എന്തുണ്ട്, എൻ പോയിന്റ്സ് ഉണ്ട്, ലൈൻ എൻ പോയിന്റ്സ് ഇല്ല. സോ കൊളീനിയർ പോയിന്റ്സ്, 3 or more points are said to be collinear. They should be in a single line. ഒരു ലൈനിലുള്ളതായിരിക്കണം ആ ലൈൻ പോയിന്റ്സ് എല്ലാം. Therefore we can say that these lines are these points are എന്ത്, കൊളീനിയർ. സോ ഇത് കൊളീനിയർ പോയിന്റ്സ് അല്ല. പിന്നെ വാട്ട് ഇസ് റേ? റേ എന്ന് പറഞ്ഞാൽ ലൈനിൽ ഒരു എൻഡ് പോയിന്റ് ആണെങ്കിൽ എന്താണ് റേ എന്ന് പറയാം. രണ്ട് റേസ് ഒരു കോമൺ വെർട്ടെക്സിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, കോമൺ വെർട്ടെക്സിൽ സ്റ്റാർട്ട് ചെയ്യും. ആ രണ്ട് റേസിനിടയ്ക്കുള്ള മെഷർമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംഗിൾ എന്ന് പറയുന്നത്. സോ അപ്പൊ ജസ്റ്റ് ഇതൊന്ന് ഫിഗർ പോലെ ഒന്ന് വരച്ചിട്ടിരുന്നാൽ മാത്രം മതി. ഡെഫിനിഷൻസ് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിരുന്നാൽ മാത്രം മതി. അല്ലാതെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എന്ത് ചെയ്യണ്ട, എഴുതണമെന്ന് പറയുന്നില്ല. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ, അക്യൂട്ട് ആംഗിൾ. സോ അക്യൂട്ട് എന്ത്, ആംഗിൾ. സോ വാട്ട് ഈസ് അക്യൂട്ട് ആംഗിൾ? അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. സോ ഈ ആംഗിള്
എന്താണ് 0 ലെസ് ദാൻ എന്താണ് ലെസ് ദാൻ 90 ആയിരിക്കണം. അതായത് ഒരു ആംഗിള് 0ക്കും ഏതിനും ഇടയ്ക്കായിരിക്കണം, 90ക്കും ഇടയ്ക്കായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം എക്സ് ഡിഗ്രി ആണെങ്കിൽ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എത്ര 90. സോ 0ക്ക് 90ക്ക് ഇടയ്ക്കായിരിക്കണം എന്ത് എക്സിന്റെ വാല്യൂ ഉണ്ടാവുന്നത്. സോ അങ്ങനെയുള്ള ആംഗിളുകളെ അക്യൂട്ട് ആംഗിൾസ് എന്ന് പറയും. സോ അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് റൈറ്റ് ആംഗിൾ. രണ്ടാമത്തെ എന്താണ് റൈറ്റ് ആംഗിൾ. സോ വാട്ട് ഈസ് റൈറ്റ് ആംഗിൾ? കറക്റ്റ് 90 ഡിഗ്രി ആംഗിളിനെയാണ് നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്, റൈറ്റ് ആംഗിൾ എന്ന് പറയും. സോ ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രി, 90 ഡിഗ്രി. സോ തേർഡ് വൺ ഒപ്റ്റ്യൂസ് ആംഗിൾസ്. അപ്പൊ അത് ശ്രദ്ധിക്കുക, ഒപ്റ്റ്യൂസ് ആംഗിൾസ് അപ്പൊ എന്തായിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റുന്നേ ഉള്ളൂ. ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാല് എന്തിനേക്കാളും വലുതായിരിക്കും, 90നേക്കാളും എന്തായിരിക്കും വലുതായിരിക്കും. പക്ഷെ 90നേക്കാളും വലുത് എന്ന് പറഞ്ഞിട്ട് കഥയില്ല. സോ ഫോർ എക്സാമ്പിൾ ഇതാണ് ഒപ്റ്റ്യൂസ് ആംഗിൾ എക്സ് ആൻഡ് ദീസ് ലൈൻ ഷുഡ് ബി 90 ലെസ് ദാൻ എന്ത് എക്സ് ലെസ് ദാൻ എത്ര 180നേക്കാളും എന്തായിരിക്കണം ചെറുതായിരിക്കണം. അത് മറന്നുപോയത്. സോ 90ക്കും 180ക്കും ഇടയ്ക്കുള്ള ആംഗിൾസിനാണ് നമ്മൾ ഒപ്റ്റ്യൂസ് ആംഗിൾസ് എന്ന് പറയുന്നത്. സോ സ്ട്രെയിറ്റ് ആംഗിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെയിറ്റ് ആംഗിൾ സ്ട്രെയിറ്റ് ആംഗിൾ മീൻസ് ഇതാണ് ഒരു ലൈനാണ്, ഇതൊരു പോയിന്റ് ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ആംഗിൾ ആണ് എന്ത് പറയുന്നത് സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് എക്സ് ആണെങ്കിൽ എക്സ് സിക്കൽ എത്ര ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും സ്ട്രെയിറ്റ് ആംഗിളിലെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത റിഫ്ലക്സ് ആംഗിൾ. സോ റിഫ്ലക്സ് എന്ത് ആംഗിൾ, റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മൾ എവിടുന്ന തുടങ്ങിയത്, അക്യൂട്ട് 90ലെത്തി, 90 to 180 എത്തി, 0 to 180 കാണിച്ചു കൊടുത്തു. ഇനി റിഫ്ലക്സ് മീൻസ് 180ക്കും മുകളിലായിരിക്കും എന്ത് വരുന്നത് റിഫ്ലക്സ്, 180ക്കും 360 കിടക്കും. റിഫ്ലക്സ് ആംഗിൾ എന്ന് പ്രത്യേകിച്ച് നോക്കിക്കോണം. ഫോർ എക്സാമ്പിൾ ഇത് എ, ഇത് ഒ ബി ഇങ്ങനെയാണെങ്കിൽ ഈ അകത്ത് ആംഗിൾ അല്ല റിഫ്ലക്സ്, പുറത്തെ ആംഗിൾ ആണ് എന്ത് റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി. സോ ഹിയർ എന്ന് പറഞ്ഞാല് 180 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എത്ര 360, 180ക്കും 360 ഇടയ്ക്കായിരിക്കണം. അപ്പൊ ഇത്രയാണ് എന്തോന്ന് ആംഗിൾസ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓക്കെ, ഇനി ഒരെണ്ണം കൊണ്ടുണ്ടോ നമ്മൾ നോക്കാം, അഡ്ജസന്റ് ആംഗിൾസ്. ഓക്കെ, അപ്പൊ അത് മറന്നുപോയി ഞാൻ. 6th വൺ അഡ്ജസന്റ് അല്ലേ. അഡ്ജസന്റ് എന്താണ് ആംഗിൾ? അഡ്ജസന്റ് ആംഗിൾ മീൻസ് ഇത്രേ ഉള്ളൂ. അഡ്ജസന്റ് ആംഗിളിന് ഒരു ഡെഫിനിഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ അഡ്ജസന്റ് ആംഗിൾസ് വെച്ചാൽ എന്താണ് ഡെഫിനിഷൻ? Okay, two angles are adjacent if they have the common vertex. So ഈ രണ്ട് ആംഗിൾസിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, അഡ്ജസന്റ് ആംഗിൾസ് എന്ന് പറയാൻ പറ്റും ഈ രണ്ട് ആംഗിൾസ്. സോ അങ്ങനെയാണെങ്കിൽ അതിന് കോമൺ എന്തുണ്ടാവണം, വേർട്ടെക്സ്. ഈ രണ്ട് ആംഗിളിന് എന്തുണ്ടാവണം, കോമൺ വേർട്ടെക്സ് ഉണ്ട്. അതിന്റെ കോമൺ ആം, ഈ രണ്ട് ആംഗിൾസിന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആം മീൻസ് എത്രയാണ്, ഒരു ഇതുണ്ട്, കോമൺ ആം ആണ്, OC ഉണ്ട്. ആൻഡ് നോൺ കോമൺ ആംസ് ആർ ഓൺ ഡിഫറെന്റ് സൈഡ്സ്. ഈ കോമൺ അല്ലാത്ത ആംസ് കോമൺ ആമിന്റെ അപ്പുറം ഇപ്പുറം ആയിരിക്കണം, രണ്ട് സൈഡ്സിലും ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അഡ്ജസന്റ് ആംഗിൾസ് എന്താന്ന് വെച്ചാല് രണ്ട് കോമൺ അഡ്ജസന്റ് ആംഗിൾസിന് എന്താണ്, കോമൺ വെർട്ടെക്സ് ഉണ്ടാവണം, കോമൺ ആം ഉണ്ടാവണം. നോൺ കോമൺ ആംസ് കോമൺ ആംസിന്റെ അപ്പുറം ഇപ്പുറം ആയിരിക്കണം വന്നിട്ടുണ്ടാവേണ്ടത്. സോ ഇങ്ങനെയുള്ള അടുത്തടുത്തുള്ള രണ്ട് ആംഗിൾസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, അഡ്ജസന്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തായിട്ട് നമുക്കുള്ളത് കോംപ്ലിമെന്ററി ആംഗിൾസും സപ്ലിമെന്ററി ആംഗിൾസും ആണ്. സോ കോംപ്ലിമെന്ററി ആംഗിൾസും എന്താണ്, സപ്ലിമെന്ററി ആംഗിൾസും. എന്താണ് കോംപ്ലിമെന്ററി ആംഗിൾസ് നോക്കുക. കോംപ്ലിമെന്ററി എന്ത് ആംഗിൾസ്, കോംപ്ലിമെന്ററി ആംഗിൾസും അടുത്ത എന്താണ് സപ്ലിമെന്ററി ആംഗിൾസ്. സോ കോംപ്ലിമെന്ററി ആംഗിൾസും എന്താണ് സപ്ലിമെന്ററി ആംഗിൾസും മറന്നുപോയത്.
കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, സം ഓഫ് ആംഗിൾസ് എത്ര കിട്ടണം? 90 ഡിഗ്രിയുടെ. സോ ടു ആംഗിൾസ് ഹൂസ് സം ഈസ് 90 ഡിഗ്രി. സോ സം ഓഫ് ടു എന്ത് ആംഗിൾസ് എത്ര ആയിരിക്കണം? 90 ഡിഗ്രി ആണെങ്കിൽ എന്താണ് നമുക്ക് കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയാൻ പറ്റും. എന്താണ് കോംപ്ലിമെന്ററി ആംഗിൾസ്? ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ രണ്ട് ആംഗിൾസ് എക്സും വൈയും. സോ എക്സ് ഡിഗ്രിയും വൈ ഡിഗ്രിയുടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 90 കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എക്സ് ആൻഡ് വൈ ആർ എന്ത് കോംപ്ലിമെന്ററി ആംഗിൾസ്. സപ്ലിമെന്ററി ആംഗിൾസ് അപ്പൊ നിങ്ങൾക്ക് ഉദ്ദേശിക്കാമല്ലോ, കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 180 കിട്ടണം. സോ നമുക്ക് എഴുതാൻ പറ്റും സം ഓഫ് എന്ത് ടു ആംഗിൾസ് എത്ര കിട്ടണം? 180 ഡിഗ്രി. ഫോർ എക്സാമ്പിൾ ഈ രണ്ട് ആംഗിൾസ് എക്സും വൈയും. സോ ഹിയർ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എത്ര കിട്ടണം? 180 ഡിഗ്രി. ഹിയർ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. സോ കൂട്ടുമ്പോൾ 90 ഡിഗ്രി കിട്ടുന്ന രണ്ട് ആംഗിൾസുകളെ സപ്ലിമെന്ററി ആംഗിൾസ് എന്നും കോംപ്ലിമെന്ററി ആംഗിൾസ് എന്നും, കൂട്ടുമ്പോൾ 180 കിട്ടുന്ന രണ്ട് ആംഗിൾസിനെ സപ്ലിമെന്ററി ആംഗിൾസ് എന്നും പറയാൻ പറ്റും. ഓക്കെ, അടുത്തതായിട്ട് വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്നുള്ളതാണ്. സോ അപ്പൊ ഇത് എഴുതിയെടുത്തേക്കണം, വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എഴുതിയെടുത്താൽ മതി. അടുത്തായിട്ട് എന്താണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് അതിനൊരു പ്രൂഫ് ഉണ്ട്, തൽക്കാലം വേണ്ട. ഇപ്പൊ നോക്കി, ഇത് രണ്ട് ലൈൻസ് ആണെന്ന് കരുതുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത് എ ബിയും ഇത് എന്താണ് സി ഡിയും. ഇത് സി ഡിയും എന്താണ് ലൈൻസ് ആണ്. അപ്പൊ അത് മറന്നു പോരുത്. എ ബി ആൻഡ് എന്താണ് സി ഡി ആർ എന്ത് ടു എന്ത് ലൈൻസ്. എ ബിയും സി ഡിയും എന്തായിരിക്കണം? ടു ലൈൻസ് ആയിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് വരുന്ന രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. സോ നമുക്ക് പറയാൻ പറ്റും AOC ആംഗിൾ AOC is equal to ആംഗിൾ DOB. അതായത് AOCയും DOB എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സോ അത് എങ്ങനെ ഈക്വൽ ആകുന്നു എന്നൊക്കെയുള്ള ഒരു തിയറം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ഓർത്ത് വെച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Therefore ആംഗിൾ AOD is equal to ആംഗിൾ BOC. അപ്പം ഇങ്ങനെയുള്ള ആംഗിൾസ് നമ്മൾ വിളിക്കുന്ന പേരാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. സോ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എത്ര ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട്? 4 ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഇതിൽ എത്ര? ഈ രണ്ട് ആംഗിൾസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഈ രണ്ട് ആംഗിൾസ് എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓക്കെ, ഇനി ഒരു ആക്സിയം 1 ആണ്, പേജ് നമ്പർ 93. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് വരച്ചെടുത്തേക്കാം. ഹെഡിങ് കൊടുത്തേക്കേണ്ടത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്നുള്ളതാണ്. സോ ഇനി അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പേജ് നമ്പർ 93. സോ പേജ് നമ്പർ 93 എടുക്കുക. ഓക്കെ, അതിൽ ആക്സിയം 1 നല്ലൊരു ഇതാണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്ന് വരച്ചിട്ടേക്കുക. ആക്സിയം 6.1 അത് നിങ്ങൾ എഴുതണം. ഇഫ് എ റേ സ്റ്റാൻഡ് ഓൺ എ ലൈൻ. ഇപ്പൊ ഇതാണ് സംഭവം, ഒരു ലൈനാണ് ഇത്, ഇതാണ് ലൈൻ. ഈ ലൈനിൽ ഒരു റേ സ്റ്റാൻഡ് ചെയ്യുവാണെങ്കിൽ, ഇതാണ് ആ റേ. സോ ഇത് റേ ഒന്ന് സ്റ്റാൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ then the sum of the two adjacent angles are angles formed is എത്ര? 90 ഡിഗ്രി. അതായത് ഈ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതല്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ മാത്രമേ ഉള്ളൂന്ന് വെച്ചോ, ഈ ഫുൾ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി. സോ ഇതിപ്പം ആ ലൈനകത്ത് ഒരു റേ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് ആംഗിൾസ് എക്സും വൈയും കൂട്ടുമ്പോൾ എത്ര കിട്ടണം? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ ലീനിയർ പെയർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ അപ്പം ദേ ആർ കാൾഡ് ലീനിയർ പെയർ ഓഫ് എന്തെന്ന് ആംഗിൾസ്. അപ്പം ഈ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 ഡിഗ്രി. അതാണ് ആക്സിയം 6.1. അത് നിങ്ങൾ എഴുതിക്കോണം. ഇഫ് എ റേ സ്റ്റാൻഡ് ഓൺ എ ലൈൻ ദാറ്റ് ദ സം ഓഫ് ടു അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് ഫോംഡ് ഈസ് 180 ഡിഗ്രി, ലീനിയർ പെയർ ഓഫ് ആംഗിൾസ്. ഇതിനെ ഈ രണ്ട് ആംഗിൾസിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ്. എന്നിട്ട് ആ ഫിഗർ നിങ്ങൾ വരച്ചിട്ടേക്കാം. ദെൻ ആക്സിയം 2 അല്ലെങ്കിൽ എന്താണ് ആക്സിയം 6.1 കഴിഞ്ഞാൽ 6.2 അടുത്ത പേജിൽ തന്നെ കിടപ്പുണ്ട്. പേജ് നമ്പർ 64 കിടപ്പുണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് നോക്കാം. എന്താണ് 6.4 സോറി 6.2 ആക്സിയം 6.2 ദ സം ഓഫ് ടു അഡ്ജസന്റ്. നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണിത്. സം ഓഫ് ടു അഡ്ജസന്റ് ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. സോ അപ്പൊ ഏതെങ്കിലും ഒരു കേസിൽ അഡ്ജസന്റ് ആംഗിൾസ്, ഈ രണ്ട് ആംഗിൾസ് എക്സും വൈയും
കൂട്ടുമ്പോൾ ഇഫ് ഇതാണ്ട് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി കിട്ടിയാൽ വി ക്യാൻ സേ ദാറ്റ് ദ നോൺ കോമൺ ആംസ്, ഇതൊരു കോമൺ ആം ആണ് അല്ലെ, ഇത് ഈ രണ്ട് ആംഗിൾസിന് കോമൺ ആമാണ് ഇത്. നോൺ കോമൺ ആംസ് ഫോം എ ലൈൻ, therefore AOB is a line. So അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. So if x plus y is equal to x degree plus y degree is equal to 180 ആണെങ്കിൽ then AOB is a line. അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് സെക്ഷൻ മാത്രമേ ഉള്ളൂ. അതായത് ആക്സിയം 1 പറഞ്ഞേക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു റേ വന്ന് വീണാൽ ഈ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു റേ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ചെയ്താൽ ഈ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 ഡിഗ്രി. തിരിച്ച് ഒരു ലൈൻ ഉണ്ട്, അത് സോറി ഒരു AOB എന്ന് പറഞ്ഞൊരു ഫിഗർ ഉണ്ട്, അതിൽ ഒരു റേ വന്നിട്ട് സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 കിട്ടിക്കഴിഞ്ഞാൽ, സോ ശരിക്കും ഇത് രണ്ട് ആംഗിൾസ് ആണ്, അഡ്ജസന്റ് ആംഗിൾസ് ആണ്. AOB ലൈൻ ആണെന്ന് അറിയത്തില്ല, പക്ഷെ ഈ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 കിട്ടിയാൽ വി ക്യാൻ സേ ദാറ്റ് AOB is a line. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇരിക്കുവാന്ന് വെച്ചോ, സോ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ. സോ നമുക്ക് ഇവിടെ ഒരു എത്രയാണ് 120 ഇവിടെ ഒരു 16 കിട്ടി. Therefore ഇത് കൂട്ടുമ്പോൾ 180 ആണ്. Therefore we can say that AOB, this line is a straight line. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്സിയം ആണ്. ഓക്കെ, അത് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, എഴുതിയെടുക്കാം. ആക്സിയം 1ഉം ആക്സിയം 2ഉം അതിന്റെ എന്താണ് ഡെഫിനിഷൻസ് എഴുതി വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പൊ വേറൊന്നുമില്ല, ലീനിയർ പെയറിലെ ആംഗിൾസ് എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ 180 ഡിഗ്രി വരുന്ന കേസിൽ നോൺ കോമൺ ആംസ് എന്തായിരിക്കും എന്ന് പറയണം, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറയണം. ഓക്കെ, ഇനി രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. പേജ് നമ്പർ 94 ഒരു തിയറം കിടപ്പുണ്ട്. ഹെഡിങ് എഴുതുക, 2 lines intersect each other, then the vertically opposite angles are equal. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കേസാണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണെന്ന് ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യണം. എന്താണ് ആ തിയറം പ്രൂവ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ ആയിരിക്കും ചെയ്യുന്ന സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്താണ് prove that if 2 lines intersect each other then the vertically opposite angles are equal. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഫിഗർ വരയ്ക്കണം. ഇതായിരിക്കുമല്ലോ 2 lines. സോ 2 lines are AB and CD. സോ ഇത് ലൈൻസ് ആയിരിക്കണം, ആരോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവണം. സോ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. അതേ കണക്ക് തന്നെ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. സോ അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, നമുക്ക് അറിയാൻ പറ്റും എന്ത് AB, CD are എന്ത് ലൈൻസ് ആണ് അല്ലെ. സോ ABയും CDയും എന്താണ്, ലൈൻസ് ആണ്. സോ അപ്പൊ നോക്കേ, CDയിലേക്കാണ് ഒരു റേ വരുന്നത്, അപ്പൊ O എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കിയാൽ, കൺസിഡർ ദ ലൈൻ CD ആൻഡ് ദ റേ OA. ഓക്കെ, അവർ പറഞ്ഞേക്കുന്നതാണ് കൺസിഡർ ദ ലൈൻ CD. സോ കൺസിഡർ എന്ത് ലൈൻ CD, കൺസിഡർ ലൈൻ CD ആൻഡ് OA ഈസ് ദി എന്താണ്, OA സ്റ്റാൻഡ്സ് ഓൺ ഇറ്റ്. OA റേ ആണ്, OA എന്താണ്, സ്റ്റാൻഡ്സ് ഓൺ ഇറ്റ്. അപ്പൊ ഇത്ര ഓർക്കുക, CD ഒരു ലൈൻ ആണെന്ന് അറിയാം നമുക്ക്. CD is a line, OA stands on it. Therefore ഈ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. Therefore നമുക്ക് എഴുതാൻ പറ്റും ആംഗിൾ എന്താണ്, AOD പ്ലസ് ആംഗിൾ AOC is equal to എത്ര ഡിഗ്രി, 180 ഡിഗ്രി. അതായത് ഈ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം, 180 ഡിഗ്രി കിട്ടണം എന്ന് എഴുതാം. ഓക്കെ, അതാണ് തന്നെ, അത് നമുക്ക് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് പറയാം, ഇപ്പൊ നമ്മൾ ആദ്യം എടുത്ത ഏതാണ്, CD is a straight line ആണ്, OA stands on it. ഇനി അടുത്ത നമുക്ക് AB സ്ട്രെയിറ്റ് ലൈൻ ആണ് എടുക്കാം. കൺസിഡർ ലൈൻ AB, കൺസിഡർ ലൈൻ AB ആണ്. പിന്നെ OD സ്റ്റാൻഡ്സ് ഓൺ ഇറ്റ്. OD എന്ത് ചെയ്യുന്നു, അതിനകത്ത് നിൽക്കുവാണ്. സോ AB ഒരു സ്ട്രെയിറ്റ് ലൈൻ, OD അതിനകത്ത് സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ആരോ ആണെങ്കിൽ, സോറി റേ ആണെങ്കിൽ, ഈ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ എത്ര ഇട്ടിരണം, 180 ഡിഗ്രി. Therefore ആംഗിൾ AOD, അഗൈൻ ആംഗിൾ AOD പ്ലസ് എത്ര ആംഗിൾ DOB is equal to എത്ര ഡിഗ്രി, 180 ഡിഗ്രി. സോ അപ്പൊ ശ്രദ്ധിച്ചേ, ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഈ 1ന്റെയും 2ന്റെയും RHS ഈക്വൽ ആണ്. Therefore from 1 and 2 LHS R എന്താണ്, ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ബിക്കോസ് RHS രണ്ടും എത്രയാണ്,
180 ഡിഗ്രി ആണ്. therefore LHS എന്താണ് ഈക്വൽ? LHS എടുക്കണം. ആംഗിൾ AOD പ്ലസ് ആംഗിൾ AOC ഈക്വൽ ടു ആംഗിൾ AOD പ്ലസ് ആംഗിൾ എത്ര? DOB. സോ ഇത് രണ്ടും ഈക്വൽ ആണ്, ക്യാൻസൽ ചെയ്യാം. ഫൈനലി ആംഗിൾ AOC ഈക്വൽ ടു ആംഗിൾ DOB എന്ന് കിട്ടും. സോ ഏതാണ് AOC? സോ ദിസ് വൺ ഈസ് AOC. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ബ്ലാക്ക് ചെയ്തു. AOC. DOB ഏതാ? DOB. സോ ഈ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിട്ട് കിട്ടി? ഈക്വൽ ആയിട്ട് കിട്ടി. നമുക്ക് എഴുതാം സിമിലർലി വി ക്യാൻ, ഇതേ കണക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാൻ പറ്റും. ആംഗിൾ AOD അത് ചെയ്യേണ്ട ആവശ്യമില്ല. ആംഗിൾ AOD സിമിലർ അല്ല സോറി ഈക്വൽ ടു ആംഗിൾ എത്ര? COB ഈക്വൽ ടു COB. അപ്പൊ ചുരുക്കം പറഞ്ഞ ഇതിനകത്ത് വേറെ എന്താ പറയാ ഡിഫിക്കൽട്ട് ആയിട്ട് വേറെ ഒന്നും ഇല്ല. ഇതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നും ഇല്ല സംഭവങ്ങൾ. അതായത് if any two lines intersect each other then the എന്താ ചോദിച്ചിരിക്കുന്നത്? if two lines intersect each other then the vertically opposite angles are equal. സോ രണ്ട് ലൈൻസ് നമ്മൾ പറയണം, കൃത്യമായിട്ട് പറയണം. ABയും CDയും ആണ് ലൈൻസ്. ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഇത് രണ്ടെണ്ണോ ഇത് രണ്ടാംഗിളും ആണോ. അപ്പൊ അത് ഈക്വൽ ആണെന്ന് തെളിയിക്കാനായിട്ട് ഫസ്റ്റിൽ നമ്മൾ പറയണം കൺസിഡർ CD is a line and OA stands on it. Therefore the angle, this angle plus this angle is equal to 180 degree. That is AOD plus AOC is equal to 180 degree. Okay. At the same time, consider AB a straight line and OD stands on it. Therefore, sum of these two angles is also 180 degree. So AOD plus DOB is equal to 180 degree. ഈ രണ്ട് ഇക്വേഷന്റെ റൈറ്റ് സൈഡ് എന്താണ്? 180 ഡിഗ്രി ആണ്. സോ LHS തമ്മിൽ ഈക്വൽ ആണെന്ന് പറയണം. സോ AOD plus AOC is equal to AOD plus DOB. AOD ക്യാൻസൽ ആയി പോയി. AOC is equal to DOB. So okay, AOC is equal to DOB. Similarly, we can prove that these two angles are okay, also equal. So ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. If any two lines intersect each other, then the vertically opposite angles are what? Equal. അടുത്തൊരു ക്വസ്റ്റ്യനോടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക. വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എഴുതിയെടുത്തേക്കണേ. നല്ലൊരു തിയറം ആയിരുന്നു നേരത്തെ നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വേറെ ഒന്നുമില്ല. എക്സസൈസ് 6.1 ക്വസ്റ്റ്യൻ നമ്പർ 2. സോ എക്സസൈസ് എന്താണ്? 6.1 ക്വസ്റ്റ്യൻ നമ്പർ എന്താണ്? 2 ആണ്. സോ ഇതിൽ ഫിഗർ ഒക്കെ തന്നിട്ടുണ്ട്. ഇൻ ദ ഫിഗർ ഓക്കെ. സോ ഇതിൽ തന്നേക്കുന്നത് ഇൻ ദ ലൈൻസ് ഇൻ ദ ഫിഗർ XY ആൻഡ് MN ഇന്റർസെക്ട് അറ്റ് O. സോ ലൈൻസ് ആണ് ഏതൊക്കെ? XY ലൈൻസ് ആണ്. അപ്പൊ ലൈൻസ് പ്രത്യേകം നോക്കണം. ലൈൻസ് ഏതൊക്കെ? XY ആൻഡ് എന്തെന്ന് MN. സോ ഈ XYയും ഈ MN ആണ് എന്ത്? ലൈൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പറയാനായിട്ട് ഉള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? അതിനൊന്ന് റെഡ് കൊണ്ട് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അപ്പൊ കുറച്ച് നിങ്ങൾക്ക് ചിലപ്പോ എളുപ്പമായിരിക്കും. സോ ഇതെന്താണ്? XY, ഇതെന്താണ്? MN. അപ്പൊ ഇവിടുത്തെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ ചെയ്തത്. ഓക്കെ. സോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്ത്? ഇഫ് POY is equal to 90 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. POY 90 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. അടുത്തൊരു ക്ലൂ തന്നിട്ടുണ്ട്. A:B is equal to 2:3. ഫൈൻഡ് C ആണ് കണ്ടുപിടിക്കാവുന്നത്. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക. ഇതിനകത്ത് തന്നിരിക്കുന്ന ക്ലൂ എന്ന് പറഞ്ഞാല് MNഉം XYയും രണ്ട് ലൈൻസ് ആണ്. പിന്നെ ഇവിടെ A, ഇവിടെ B, ഇവിടെ എന്താണ്? C. ആ C ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇത് 0O അല്ല കേട്ടോ. ഇവിടുത്തെ ഈ പോയിന്റ് ആണ് O കേട്ടോ. ഇത് ഡിഗ്രിയാ. ഇതെല്ലാം ഞാൻ ഡിഗ്രി കൊടുക്കാം. ഓക്കെ. സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് C എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. A:B is equal to 2:3 തന്നിട്ടുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും A is equal to 2x എന്നും B is equal to എന്തെന്ന് പറയാൻ പറ്റും? നമുക്ക് 3x എന്നും പറയാൻ പറ്റും. സോ ഇവിടെ ഞാൻ അങ്ങനെ എഴുതിയല്ലോ. അപ്പൊ ഇവിടെ വേണമെങ്കിൽ എനിക്ക് 2x എന്നും ഇവിടെ വേണമെങ്കിൽ എനിക്ക് എത്ര എന്ന് എഴുതാം? 3x എന്നും. സോറി മാറിപ്പോയി അല്ലെ. സോ എക്ക് വരെ എത്ര കൊടുക്കാം? 2x എന്നും ബിക്ക് വരെ എന്ത് കൊടുക്കാം? 3x എന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ.
സോ എ 2x, ബി എത്ര 3x എന്നും കൊടുക്കാം. സോ ഈ റേഷ്യോയിൽ നിന്നാണ് അങ്ങനെ എഴുതിയത്. A:B = 2:3 ആകുമ്പോൾ എക്ക് വരും 2x എന്നും ബിക്ക് 3x എന്നും കൊടുക്കാൻ പറ്റും. സോ നമുക്കറിയാം, ഇവിടെ നമുക്കറിയാം xy ഈസ് എ ലൈൻ. സോ സിൻസ് xy ഈസ് എ എന്ത് ലൈൻ, xy ഒരു ലൈൻ ആയതുകൊണ്ട് ഇത് ഈ ഒരു സ്ട്രേറ്റ് ലൈനിലെ ആംഗിൾ എത്ര ആയിരിക്കും 180 ഡിഗ്രി. സോ xy ഒരു സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള എത്ര ആയിരിക്കും ആംഗിൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. ദാറ്റ്സ് നമുക്ക് പറയാൻ പറ്റും ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ പ്ലസ് 90 ഡിഗ്രി ഈസിക്കൽ എത്ര ആയിരിക്കും 180 ഡിഗ്രി. സോ xy ഈസ് എ ലൈൻ. xy എന്താണ് ലൈൻ ആയതുകൊണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ എത്ര ആയിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. സോ ബിക്ക് വരെ നമ്മൾ 3x പ്ലസ് എക്ക് വരെ എത്ര കൊടുക്കും 2x പ്ലസ് 90 ഈസിക്കൽ ടു 180. 5x ഈസിക്കൽ ടു 90 അപ്പുറത്ത് പോകുമ്പോൾ കുറയും 90, 180 കുറയ്ക്കുമ്പോൾ 90. x ഈസിക്കൽ ടു 90/5. 90/5 വരുമ്പോഴത്തേക്ക് എത്ര വരും, എക്സിന്റെ വാല്യൂ എന്ത് വരും നമുക്ക് 18 ഡിഗ്രി എന്ന് വരും. എത്ര വരും 18 ഡിഗ്രി എന്ന് വരും. സോറി 180 അല്ല, എത്ര വരും 18 ഡിഗ്രി എന്ന് വരും. സോ എക്സ് 18 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി 2x ഇസിക്കൽ എത്ര ആയിരിക്കും 36 ഡിഗ്രി, 3x ഇസിക്കൽ എത്ര ആയിരിക്കും 36, 54 ഡിഗ്രി. ഇവിടെ എത്ര ആയിരിക്കും 54 ഡിഗ്രി ആയിരിക്കും ആക്ച്വലി. സോ എയും ബിയും ഒന്നും കണ്ടുപിടിക്കാനല്ല നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് സി. ഇനി എന്ത് ചെയ്യും, സി എന്ന് പറഞ്ഞാൽ സി ആംഗിൾ സി നമുക്കറിയാൻ പറ്റും ഇതാണ് എക്സ്, ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും എന്തായിരിക്കും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആയിരിക്കും. സോ എക്സ് ഒ എൻ, സോ ആംഗിൾ എക്സ് ഒ എന്നും ആംഗിൾ എക്സ് ഒ എൻ ഇസിക്കൽ ടു ഇവിടുത്തുള്ള എന്തുവാ ആംഗിൾ എം ഒ വൈ എയും എം ഒ വൈ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. സോ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ നേരത്തെ പറഞ്ഞില്ലേ റെഡ് ലൈൻസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാ. സോ ഈ ഒരു ആംഗിൾ മീൻസ് എക്സ് ഒ എൻ, അപ്പുറത്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഏതാ ഈ ആംഗിൾ വരും ഏതാ എം ഒ വൈ. സോ എക്സ് ഒ എൻ മീൻസ് സി ഡിഗ്രി ഇസിക്കൽ ടു എം ഒ വൈക്കകത്ത് എയും വരും 90 വരും. എ എത്ര 36. സോ എ ഡിഗ്രി പ്ലസ് എത്ര 90 ഡിഗ്രി. സോ സി ഡിഗ്രി ഇസിക്കൽ ടു 36 പ്ലസ് 90 ദാറ്റ് ഇസിക്കൽ ടു 126 ഡിഗ്രി. സോ സി ഇസിക്കൽ ടു എത്ര ഡിഗ്രിയാണ് 126 ഡിഗ്രി. കാരണം എഴുതണം ഇത് രണ്ടും വേർട്ടിക്കലി എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് എഴുതിക്കോണം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇവര് പറഞ്ഞിട്ടുണ്ട് A:B = 2:3. അതിൽ നിന്നും എക്ക് 2x എന്നും ബിക്ക് 3x എന്നും കൊടുത്തു. പിന്നെ നമുക്കറിയാം xy ഒരു സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ആംഗിൾസ് എത്ര ഡിഗ്രി ആയിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. സോ b പ്ലസ് എ പ്ലസ് 90 = 180 ഡിഗ്രി. അതിനകത്ത് നിന്ന് എക്സിന്റെ വാല്യൂ 18 കിട്ടി. എക്സിന് 18 കിട്ടിയപ്പോൾ എയും ബിയും കണ്ടുപിടിച്ച് വെച്ചു. എ 36ഉം ബി 54 എന്ന് കണ്ടുപിടിച്ച് വെച്ചു. പക്ഷേ നമുക്ക് എന്താ ആവശ്യം സി. ആംഗിൾ സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് എക്സ് ഒ എൻ എന്ന് പറഞ്ഞ ആംഗിളും എം ഒ വൈ എന്ന് പറഞ്ഞ ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. Therefore ആംഗിൾ സി ഇസിക്കൽ ടു എ പ്ലസ് 90. സോ സി ഇസിക്കൽ എത്ര കിട്ടും 126. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ഇപ്പൊ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എഴുതി എടുത്തേക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ സോ ഇത്രയും നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ, വേറൊരു വഴിയും കൂടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ എം എൻ ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ. സോ എം എൻ ഈസ് എ എന്ത് ലൈൻ, എം എൻ ഈസ് എ ലൈൻ. എം എൻ ഒരു ലൈൻ ആയതുകൊണ്ട് അപ്പം എം എൻ്റെ ഈ ഫുൾ ആംഗിൾ എത്ര ആയിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. Therefore b plus c is equal to എത്ര ആയിരിക്കും നമുക്ക് അറിയാൻ പറ്റും 180 ഡിഗ്രി. ബി എത്ര 54. ബി എത്ര 54 plus c is equal to എത്ര 180. c is equal to 180 minus 54. c is equal to എത്ര 126 ഡിഗ്രി. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം. സോ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഇത്രയേ ഉള്ളൂ വരുന്നത്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ 8th അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ് എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് കുറേ ടോപ്പിക്സ് കയറി വരുന്നുണ്ട്, ആംഗിൾസ് എങ്ങനെയൊക്കെ വരുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ എടുത്തേക്കുന്ന ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ഡൗട്ട് അതോട്ട് അടുത്ത ദിവസം നമ്മൾ വെക്കുന്ന ലൈവ് സെക്ഷനിൽ വന്ന് ലൈവായിട്ട് തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ലൈൻ സെഗ്മെന്റ്, ടൈപ്പ് ഓഫ് ആംഗിൾ, അക്യൂട്ട്, റൈറ്റ്, ഒബ്റ്റ്യൂസ്, റിഫ്ലെക്സ്, അഡ്ജസന്റ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എല്ലാം പഠിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ എന്താ പഠിച്ചു? കോംപ്ലിമെന്ററി ആംഗിൾസും സപ്ലിമെന്ററി ആംഗിൾസും. കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് വെച്ചാൽ കൂട്ടുമ്പം 90 കിട്ടുന്ന ആംഗിൾ, സപ്ലിമെന്ററി ആംഗിൾ കൂട്ടുമ്പോൾ 180 കിട്ടുന്ന ആംഗിൾസ്.
പിന്നെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആകണമെന്ന് പ്രൂവ് ചെയ്യാനുള്ളൊരു തിയറം നമ്മൾ പഠിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. അതിനുശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ ഒരു 2 ആക്സിയംസ് പഠിച്ചു. ആക്സിയംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സിയം പറയുന്നത് ഇതാണ്. ഫസ്റ്റിലത്തെ ആക്സിയം പറയുന്നത് ഇതാണ്. അതായത് ഒരു ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു റേ സ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അഡ്ജസ്റ്റന്റ് ആംഗിൾസ് എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതിനെ പറയുന്ന പേര് ലീനിയർ പെയർ എന്നുള്ളതാണ്. അടുത്ത ആക്സിയം പറയുന്നതാണ് 2 അഡ്ജസ്റ്റന്റ് ആംഗിൾസ്. ഓക്കെ, 2 അഡ്ജസ്റ്റന്റ് ആംഗിൾസ് ഇപ്പം കൂട്ടുമ്പോൾ എത്ര 180 ഡിഗ്രി വന്നാൽ ദാറ്റ് അപ്പൊ അവിടെയുള്ള അഡ്ജസ്റ്റന്റ് ആംഗിൾ എന്തുണ്ടാവും? കോമൺ ആം. നോൺ കോമൺ ആംസ് ശരിക്കും എങ്ങനെയായിരിക്കും? വളഞ്ഞായിരിക്കത്തിൽ ഇരിക്കുന്നത്. എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ആയിരിക്കില്ല അത് ഉണ്ടാവുക, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ. അതായത് കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുവാണെങ്കിൽ, 1 ഉം 2 കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുവാണെങ്കിൽ ഇത് കണക്ക് വളഞ്ഞൊന്നും ഇരിക്കില്ല. ഇത് കോമൺ ആം. നോൺ കോമൺ ആമാണ് OAയും OBയും. അപ്പൊ അതെന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പോർഷൻസ് നന്നായിട്ട് നോക്കാം. ഓക്കെ.